അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് ഐഷുമക്ക് സന്തോഷമുള്ള ദിവസമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് ഞാൻ എൻ്റെ നുസൈബയുടെ കോളേജിലേക്ക് പോവുകയാണ് എന്ന ചിന്ത തന്നെ ഐഷുമ്മയുടെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം നിറച്ചു. ഐഷുമ്മ അത് യാത്രയിലാണ്. തൻ്റെ മരുമകൾ നുസൈബയുടെ കോളേജിലേക്കാണ് പോകുന്നത്. നുസൈബയെക്കുറിച്ച് ഐഷുമ്മ ഓരോന്നോർത്തു. നുസൈബ അന്ന് വളരെ വിഷമത്തിലായിരുന്നു. പഠിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതം അവളെ പല രീതിയിലും തളർത്തിക്കൊണ്ടിരുന്നു. ഭർത്താവായ ഫൈസലിൽ നിന്ന് അവൾക്ക് കിട്ടിയത് സ്നേഹത്തെക്കാൾ കൂടുതലായി അവഗണനയായിരുന്നു. അവൾ എന്ത് പറഞ്ഞാലും ഫൈസലിന് വലിയ താല്പര്യമില്ല, മിണ്ടാട്ടമില്ല, അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ പാവം, അത് വിഷമിച്ച നുസൈബക്ക് ഐഷുമ്മയായിരുന്നു തണലായിരുന്നത്. ഉമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം ആദ്യമേ അതായിരുന്നു, നുസൈബ പഠിക്കണം എന്നുള്ളത്. അവളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കണം എന്നുള്ളത്. ഐഷുമ്മ അതെല്ലാം ഓർത്തു. അതെ, ആദ്യമായിട്ട് നുസൈബയോട് പറഞ്ഞത്, നുസൈബ മോളെ, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? നുസൈബ പതുക്കെ തലയുയർത്തി. ഉണ്ടുമ്മ. എങ്കിൽ നീ പഠിക്കണം. പക്ഷെ ഉമ്മ. എന്ത് പക്ഷേ? വീട്ടിലെ കാര്യങ്ങൾ ഫൈസൽക്ക അതൊന്നും അതിന് സമ്മതിക്കില്ലല്ലോ. ഐഷുമ്മ അവളുടെ വാക്ക് മുറിച്ചു. നിന്റെ ജീവിതം മറ്റൊരാളുടെ കയ്യിൽ നീ കൊടുത്തിട്ട് നീ നിന്റെ സ്വപ്നം ഉപേക്ഷിക്കേണ്ടതില്ല. നുസൈബ ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞു. ആയിഷുമ്മ അവളുടെ തോളിൽ വെച്ചു. നീ പഠിക്കും, നീ എൻട്രൻസ് ചെയ്തു, നീ നല്ലൊരു കോളേജിൽ പഠിക്കും. അതിന് വേണ്ടത് എന്താണോ അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും. അന്ന് നുസൈബ അതെ ആയിഷുമ്മയെ നോക്കിയത് ഒരിക്കലും മറക്കാനാകാത്ത ഒരു നോട്ടമായിരുന്നു. ആയിഷുമ്മ തന്നെയാണ് അവളെ എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയച്ചത്. കോച്ചിങ് ഫീസ്, പുസ്തകങ്ങൾ, യാത്ര എല്ലാം ആയിഷുമ്മ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. പലരും ചോദിച്ചു, അവൾക്ക് ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മോൻ ഒഴിവാക്കിയ പെണ്ണല്ലേ? ആയിഷുമ്മയുടെ മറുപടി ഒറ്റത്തവണ മാത്രം. അവൾക്ക് കഴിവുണ്ട്, അവസരം കിട്ടിയില്ല എന്നൊരു കാരണത്താൽ അവളുടെ കഴിവ് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. നുസൈബ രാവും പകലും പഠിച്ചു. പല രാത്രികളിലും അവൾ ക്ഷീണിച്ച് പുസ്തകത്തിന് മുമ്പിൽ തല വെച്ച് ഉറങ്ങിപ്പോകും. ആയിഷുമ്മ ഇടയ്ക്കിടെ അവളെ ആശ്വസിപ്പിക്കും. മോളെ, ആരോഗ്യം നോക്കണട്ടോ, വെറും പഠനം മാത്രം പോരാ എന്ന് പറയും. ഇടയ്ക്കിടെ തൻ്റെ പ്രിയപ്പെട്ട ഐഷുമ്മ കാണാൻ വരും. അങ്ങനെയൊക്കെയായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ നുസൈബ പഠിക്കുന്ന ഒന്നും വീട്ടുകാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഫൈസലിനും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തിനാണ് അവൻ പലപ്പോഴും ചോദിക്കുമായിരുന്നു. മോൾ ആര് പറയുന്ന കാര്യമൊക്കെ, മോള് പഠിക്കണം, നേടണം. അതെ, മോളുടെ ആഗ്രഹം സാധിക്കണം. അങ്ങനെയായിരുന്നു ഐഷുമ്മ എപ്പോഴും അവളോട് പറഞ്ഞിരുന്നത്. കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ ഐഷുമ്മ അതെല്ലാം ഓർത്തു. പഠിച്ചോനെ, എൻ്റെ കുട്ടി എന്നാലും അൽഹംദുലില്ലാ ഓള് നേടിയെടുത്തല്ലോ, അതന്നെ വലിയ ഹയറ്. കാരണം എൻ്റെ മോള്, എൻ്റെ നുസൈബ പാവാണ്. അവളെല്ലാത്തിനും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന സ്വഭാവവും എല്ലാരോടുമുള്ള ആ ദയയും അവളുടെ സ്വഭാവത്തിന്റെ ഭാഗം തന്നെയാണ്. ഐഷുമ്മ ഓരോന്ന് ആലോചിച്ചപ്പോഴേക്കും അതാ ആ വലിയ കവാടത്തിന്റെ അടുത്തേക്ക് ഷമ്മാസ് കാർ തിരിച്ചു. ആ വലിയ കാർ മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്ക് പ്രവേശിച്ചു. ഉമ്മയും ഷമ്മാസും മുൻസീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. പിന്നിൽ നുസൈബയും മിസിരിയും കുഞ്ഞുങ്ങളും. കാർ മെഡിക്കൽ കോളേജിന്റെ വിശാലമായ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ ആയിഷുമ്മ ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി. അല്ലാ, വലിയ കെട്ടിടം, നിരവധി ഭാഗങ്ങളായി ഉയർന്നു നിൽക്കുന്ന മെഡിക്കൽ കോളേജ്, ചുറ്റും മനോഹരമായി നട്ടുവളർത്തിയ പൂച്ചെടികളും ചട്ടികളും, വിശാലമായ നടപ്പാതകൾ, വെള്ളക്കോട്ടണിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന വിദ്യാർത്ഥികൾ, ചിലർ പുസ്തകങ്ങളുമായി, ചിലർ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട്, ചിലർ കൂട്ടമായി നിന്നുകൊണ്ട് എന്തോ ചർച്ച ചെയ്യുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഐഷുമ്മയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. അവൾ നുസൈബയുടെ കയ്യിൽ പിടിച്ചു. മോളെ, എന്തോ ഉമ്മ? ആയിഷുമ്മ ഒന്നും പറഞ്ഞില്ല. അവർ ആ കെട്ടിടത്തിലേക്ക് നോക്കി. അല്പസമയം കഴിഞ്ഞ് അവരുടെ അതരങ്ങളിൽ നിന്നും ഒരു വാക്ക് മാത്രം പുറത്തു വന്നു. മാഷാ അല്ലാ. നുസൈബ ചിരിച്ചു. എന്തോ ഉമ്മ? ആയിഷുമ്മ കണ്ണീർ തുടച്ചു. ഇത്രയും വലിയ കോളേജിലാണോ എൻ്റെ മോള് പഠിക്കുന്നത്? നുസൈബ ഉമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അതെ ഉമ്മ. ആയിഷുമ്മ അവളെ ചേർത്ത് പിടിച്ചു. അൽഹംദുലില്ലാ. ആ ഒരു വാക്കിൽ വർഷങ്ങളായുള്ള പ്രാർത്ഥനകളുണ്ടായിരുന്നു. പൊന്നുമോളെ, എന്തായാലും പടച്ച റബ്ബിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മോളുടെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു തന്നല്ലോ. അത് പരീക്ഷയോടനുബന്ധിച്ചപ്പോൾ ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലായ്മയായിരുന്നു. എൻ്റെ കുട്ടി അങ്ങനെ നേടിയെടുത്തതാണ് ഇതൊക്കെ.
മകളുടെ പഠനത്തിനായി ചെയ്ത ത്യാഗങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ചോനെ, ഓരോ നേർച്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒടുവിൽ ആ സ്വപ്നം പടച്ച റബ്ബേ നീ യാഥാർത്ഥ്യമാക്കി തന്നല്ലോ അല്ലാ, ഇനി ഇതൊന്ന് മുഴുവനാക്കണം. കാറിലിരുന്നു കൊണ്ട് ഐഷുമ്മ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ഷമ്മാസ് ഉമ്മയുടെ ഡോർ തുറന്നു കൊടുത്തു. ഉമ്മ, അല്ല ഇവിടെ ഇരുന്നാ മതിയോ, എന്താ ഇറങ്ങണ്ടേ? ആ മോനെ, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. എന്നാൽ നുസൈബ പുറത്തിറങ്ങി. അവളെ കണ്ടതും ദൂരെ ഉണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ വിളിച്ചു, ഹേയ് നുസി, നുസൈബ വന്നല്ലോ. നുസി എവിടെയായിരുന്നു? എന്താ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ് ഒക്കെ? ചിലർ ഓടിയെത്തി അവളെ കെട്ടിപ്പിടിച്ചു. നുസൈബ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. നുസൈബയെ കണ്ട മാത്രയിൽ അതാ എല്ലാവരും സന്തോഷത്തോടു കൂടി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അതെല്ലാം കണ്ട ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, എന്റെ കുട്ടിക്ക് ഇത്രയൊക്കെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നോ? മാഷാ അല്ലാ. അല്ല നുസൈ, ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നുസൈബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ. എന്നാൽ അത് വേറെയും കുട്ടികൾ വരുന്നു. അല്ല, അത് ഉമ്മ ഐഷുമ്മ എന്ന് പറയുന്ന ഉമ്മയാണോ? ആയിഷുമ്മ പുറത്തിറങ്ങി. മിസിരിയും ഇറങ്ങി. നുസൈബ ഉടനെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഇതാണ് എൻ്റെ ഉമ്മ. എല്ലാവരും ആയിഷുമ്മയുടെ അരികിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും ഉമ്മ. ആയിഷുമ്മ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. വഅലൈക്കും അസ്സലാം മക്കളെ. ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു. ഉമ്മയെ കുറിച്ച് നുസൈബ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആയിഷുമ്മങ്ങളെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ മക്കളെ കേട്ടത്? അല്ലേ, ഞാൻ ഒരുപാട് സഹായമൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഉമ്മാനെ കുറിച്ച്. പൊന്നു മക്കളെ, അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് കഴിയുമ്പോ. എല്ലാവരും ആയിഷുമ്മയെ നോക്കി അതാ പിറുപിറുക്കുന്നു. അതെ, വലിയ പണക്കാരത്തിയാണ്. എല്ലാവർക്കും എന്ത് സഹായം ചെയ്തു കൊടുക്കുമല്ലോ. പാവങ്ങൾക്ക് എന്തും അവർ ചെയ്തു കൊടുക്കുന്നേ. എന്തായാലും ഭാഗ്യല്ലേ അവരെ കാണാൻ കഴിഞ്ഞു തന്നെ. എന്നാൽ ഒരു കൂട്ടുകാരി വന്ന് ചോദിച്ചു, ഉമ്മ, നുസൈബ മെഡിക്കൽ പഠിക്കാൻ കാരണക്കാരി നിങ്ങളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. മറ്റൊരു വിദ്യാർത്ഥി ഇടയിൽ പറഞ്ഞു. അതെ ആയിഷുമ്മ, അവർ തന്നെയാണ് ഇവര്. വിദ്യാർത്ഥികൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഐഷുമ്മയെ നോക്കുന്നു. ഐഷുമ്മയുടെ മുഖത്ത് നാണം നിറഞ്ഞു. പഠിച്ചോനെ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മക്കളെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് ഓളോളെ പഠിപ്പോണ്ടും കഴിവുകൊണ്ടും കിട്ടിയതന്നല്ലേ. അത്രമാത്രം ആ കുട്ടി പഠിച്ചുണ്ടാക്കിയതാണ് മക്കളെ. നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉമ്മ, അത് പറയരുത്. ഒരു വിദ്യാർത്ഥി പറഞ്ഞു. ഞങ്ങൾക്കറിയാം നുസൈബ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. ഉമ്മയാണല്ലേ ഇതിന് കാരണക്കാരി? മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. നുസൈബ പഠിക്കുന്നതിന്റെ പകുതി കഥ എനിക്കറിയാം. ഐഷുമ്മയെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. എൻ്റെ ഉമ്മ, ഇങ്ങനെയൊക്കെ ഒരു ഉമ്മാനെ കിട്ടിയതേ നുസൈബാന്റെ ഭാഗ്യം തന്നെയാണ് മക്കളെ. അങ്ങനെയൊന്നുമില്ല. അതിപ്പോ ഒക്കെ ഓളെ കഴിവുകൊണ്ടന്നെ. എൻ്റെ കുട്ടി രാവും പകലും നല്ലോണം കഷ്ടപ്പെട്ട് നേടിയെടുത്ത് തന്നെയാണ്. അതിപ്പോ അല്ലുമ്മ, ഉമ്മാന്റെ പ്രചോദനം ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഞങ്ങളെ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയോ നേടിയെടുത്തതാണ്. അതുമല്ല, ഞങ്ങൾക്ക് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള ഭാഗ്യത്തിന് വീണ് പോയതാണ്. എന്നാലും 1-ാം റാങ്ക് എന്നൊക്കെ പറയുമ്പോഴേ മാഷാ അല്ലാ, അത് എന്തൊരു പവറാണ് അതിന്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് അവൾക്കൊരു പരിഗണനയുണ്ടല്ലോ എല്ലാ കാര്യത്തിലും. കുട്ടികൾ നുസൈബയെ കുറിച്ച് പുകഴ്ത്താൻ തുടങ്ങി. എല്ലാം എൻ്റെ കുട്ടിൻ്റെ പഠിപ്പോണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നുസൈബ പറഞ്ഞു, അല്ല, എൻ്റെ ഉമ്മയാണ് എൻ്റെ വിജയത്തിനൊക്കെ കാരണം, അല്ലാതെ വേറെ ആരുമല്ല. എന്നാലും നുസൈ, നിന്റെ ഉമ്മാക്ക് ഇങ്ങോട്ട് ഇത്രയും ദൂരം വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ ഉമ്മാക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ പഠനം കാണാനാണ് ഉമ്മ വരുന്നത്. അത് ഞാൻ പഠിക്കുന്ന സ്ഥലം. ശരിക്കും അതാ നുസൈബ സന്തോഷത്തോടു കൂടി പറഞ്ഞു. ആയിഷുമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അതേ മക്കൾ, എൻ്റെ കുട്ടിൻ്റെ കോളേജൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഉമ്മ, ഇത്തവണയും നുസൈബ നല്ല റാങ്ക് വാങ്ങൂട്ടോ, ഇൻഷാ അല്ലാ. അവൾ ഓൺലൈനായി പഠിച്ചാലും ഞങ്ങളെക്കാൾ കൂടുതൽ സ്കോർ വാങ്ങാറുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നുസൈബ ചിരിച്ചു. ഉമ്മ, ഇനി എന്നെ വാനോളം പൊക്കരുത്. പൊക്കേണ്ടതല്ലേ, പിന്നെ അങ്ങനെയല്ലേ പെർഫോമൻസ്. എല്ലാവരും അത് കേട്ട് ചിരിച്ചു, കൂടെ ആയിഷുമ്മയും. ആയിഷുമ്മ പതുക്കെ കോളേജ് കെട്ടിടത്തിലേക്ക് നോക്കി. അവരുടെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട നുസൈബ ഡോക്ടറായി ഇറങ്ങുന്ന ആ ഒരു ചിത്രം ഓർമ്മയിൽ വന്നു. അപ്പോഴാണ് ദൂരത്ത് നിന്ന് ഒരു അധ്യാപകൻ അവരുടെ ഭാഗത്തേക്ക് വരുന്നത്. വെള്ളക്കോട്ട് ധരിച്ചിരുന്ന അദ്ദേഹം നുസൈബയെ കണ്ടപ്പോൾ ചിരിച്ചു. ഗുഡ് മോർണിംഗ് നുസൈബ. ഗുഡ് മോർണിംഗ് സർ. സാർ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഷമ്മാസിലേക്ക് പോയി, പിന്നെ ആയിഷുമ്മയിലേക്ക്. അദ്ദേഹം ഒരു നിമിഷം നിശ്ചലമായി നിന്നു. ഷമ്മാസ്. അതെ, ഷമ്മാസ് കൈ കൊടുത്തു. ഇത് ഉമ്മ? അതെ, ഉമ്മയാണ് സർ. സാർ ആയിഷുമ്മയുടെ അടുത്തേക്ക് വന്നു.
നുസൈബയുടെ ഉമ്മയാണല്ലേ? ആയിഷുമ്മ വിനയത്തോടെ തല കുനിച്ചു. അതെ. സാർ പറഞ്ഞു. ഉമ്മ കൺഗ്രാറ്റുലേഷൻസ്. ആയിഷും അമ്പരന്നു. എന്തിനാ സർ എനിക്ക്? സാർ ചിരിച്ചു. നുസൈബയെ ഒരു മികച്ച വിദ്യാർത്ഥിയാക്കി മാറ്റിയതിന്. ആയിഷുമ്മ ഉടനെ പറഞ്ഞു. അത് അവളുടെ കഴിവാണ് സർ. അല്ലാതെ അല്ല ഉമ്മ. സാർ ഗൗരവത്തോടെ പറഞ്ഞു. അവൾക്ക് കഴിവുണ്ട്, ശരിയാണ്. പക്ഷേ ആ കഴിവ് തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ ഒരാൾ കൂടെ നിന്നില്ലെങ്കിൽ ഇന്നവൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആയിഷുമ്മ ഒന്നും പറഞ്ഞില്ല. സാർ തുടർന്നു. നുസൈബയുടെ പഠനത്തിൽ നിങ്ങൾ എടുത്ത പരിശ്രമത്തെക്കുറിച്ച് അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നുസൈബ അത് കേട്ടപ്പോൾ നാണിച്ച് തല താഴ്ത്തി. ഉമ്മ, നുസൈബ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിന് അഭിമാനമാണ്. ഞങ്ങളുടെ കോളേജിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ആയിഷുമ്മയുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. അവൾക്ക് നല്ല ബുദ്ധിശക്തി, നല്ല മെമ്മറി, ഹൈ പവറാണ് കേട്ടോ. ടാലൻ്റാണ് ഭയങ്കര. സാർ നുസൈബയെ നോക്കി. പക്ഷേ ബുദ്ധിയേക്കാൾ വലിയൊരു ഗുണം അവൾക്കുണ്ട്. എന്താ സാർ? സ്ഥിരത. അവൾ എന്ത് പഠിച്ചാലും വീണ്ടും വീണ്ടും പഠിക്കും. അത് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. പിന്നെ പഠിച്ചത് വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവൾ ബൈഹാർട്ടാക്കുകയും ചെയ്യും. സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കും, തെറ്റുകൾ തിരുത്തും. പഠിക്കാൻ കഴിയാത്ത ദിവസങ്ങളിലും അവൾ ശ്രമിക്കും. അതുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരാൾക്കും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ നുസൈബക്ക് അത് എങ്ങനെ കൊടുത്താലും അവളത് പഠിച്ച് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവൾക്ക് ഇങ്ങനെ കിഴിവുകൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആയിഷുമ്മ പറഞ്ഞു. സാർ, അതെൻ്റെ മനസ്സിലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതെ, അതിനി സ്വപ്നമല്ല ഉമ്മ. അതെ, അവൾ ഡോക്ടറായി ഇറങ്ങും. ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ അത് നിങ്ങളുടെ തറവാടിന് അഭിമാനമാകും അവൾ. ശരിക്കും ആയിഷുമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. സാർ പറഞ്ഞു. ഉമ്മ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലേ നുസൈബയുടെ ക്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. സാർ, അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? പിന്നെ എത്ര അവളുടെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. എല്ലാവരും ചേർന്ന് ക്ലാസ് മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നുസൈബയെ കണ്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു. ആയിഷുമ്മ വാതിൽക്കൽ നിന്നു. അവർക്ക് വിശ്വസിക്കാനായില്ല. ഇവിടെയാണോ എൻ്റെ മോളിരുന്ന് പഠിക്കുന്നത്? സാർ പറഞ്ഞു. അതെ ഉമ്മ, ഇത് അവളുടെ ക്ലാസ് റൂമാണ്. ആയിഷുമ്മ പതുക്കെ ക്ലാസ് റൂമിലേക്ക് കടന്നു. നുസൈബ ഉമ്മയെ തൻ്റെ സീറ്റിലിരുത്തി. ഉമ്മ, ഇതാണ് എൻ്റെ സീറ്റ്. ഉമ്മ അവിടെ ആ ബെഞ്ചിൽ കൈവച്ചു. അതെ, ആ ഉമ്മയുടെ കണ്ണുനീർ. മോളെ, എൻ്റെ കുട്ടി ഇരുന്ന് പഠിക്കണത് ഈ ബെഞ്ചിലാണോ? അതെ ഉമ്മ. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. എൻ്റെ കുട്ടിനെ, എൻ്റെ മോളെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. എന്നാൽ ഉമ്മയുടെ അരികിലേക്ക് കുട്ടികൾ വന്നിട്ട് പറഞ്ഞു. ഉമ്മ, ഞങ്ങളെ ഗ്രൂപ്പിലെ ഏറ്റവും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ നുസൈബയാണ്. മറ്റൊരാൾ പറഞ്ഞു. എനിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ദിവസം ഒന്നും മനസ്സിലായില്ല. ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു. കാര്യങ്ങളെല്ലാം അവൾ എനിക്ക് വിശദമായി പറഞ്ഞു തന്നുമ്മ. മറ്റൊരു പെൺകുട്ടി പറഞ്ഞു. എനിക്ക് വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ പോലും നുസൈബ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നുസൈബയാണ് എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. ആയിഷുമ്മ നുസൈബയെ നോക്കി. മോളെ, എങ്ങനെയൊക്കെ മോള് ചെയ്യാറുണ്ടോ? നുസൈബ ചിരിച്ചു. ഉമ്മ, അതെ, അവര് ഹെൽപ്പ് ചോദിക്കുമ്പോ മോളെ അത് വേണേ, അത് തന്നെയാണ് വേണ്ടത്. എല്ലാരും സഹായിക്കണം. സഹായം അഭ്യർത്ഥിച്ച് നമ്മളുടെ മുമ്പിൽ അത് എന്തിനൊക്കെ തന്നെയാണെങ്കിലും ആരെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് തട്ടി മാറ്റരുത് മോളെ. ഡോക്ടറാകുന്നത് രോഗികളെ ചികിത്സിക്കുന്നത് കൊണ്ട് മാത്രമല്ല മോളെ. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഡോക്ടർക്ക് ഒരു വിലയുണ്ടാവുകയുള്ളൂ. സാർ ഉടൻ പറഞ്ഞു. അതാണ് ഞാനും പറയുന്നത്. അദ്ദേഹം നുസൈബയെ നോക്കി. നിനക്ക് നല്ലൊരു ഡോക്ടറാണുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് നുസൈബ. സാർ അവളെ അഭിനന്ദിച്ചു. എന്നാൽ ആയിഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സാർ ബോർഡിനടുത്തേക്ക് പോയി. നുസൈബ, സർ, ഒരു ചോദ്യം. അദ്ദേഹം ഒരു മെഡിക്കൽ കേസ് അവതരിപ്പിച്ചു. ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിച്ചു. നുസൈബ കുറച്ചു നിമിഷം ചിന്തിച്ചു. പിന്നെ പതുക്കെ മറുപടി കൊടുത്തു. അതെ, ആരും കൊടുക്കാത്ത മറുപടി അവൾ എഴുന്നേറ്റ് നിന്ന് കൊടുത്തപ്പോൾ സാർ പറഞ്ഞു. കറക്റ്റ് ആൻസർ, വെരി ഗുഡ്. ക്ലാസ് മുഴുവൻ കൈയടിച്ചു. ആയിഷുമ്മയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി. അത് കണ്ട് ഷമ്മാസും പുഞ്ചിരിച്ചു. മോനെ, എന്തായാലും നമ്മളെ മോള് ഇൻഷാ അല്ലാഹ് നല്ലൊരു ഡോക്ടറായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യണം. എന്നാൽ ആ ക്ലാസ് കഴിഞ്ഞ് നുസൈബ ഉമ്മയെ കോളേജ് മുഴുവനും കാണിച്ചു. ലൈബ്രറി, ലാബ്, സ്കിൻ ലാബ്, ഹോസ്പിറ്റൽ ബ്ലോക്ക്, ഓരോ സ്ഥലത്തും നുസൈബക്ക് പരിചയമുള്ളവർ. ഉമ്മ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഓരോ പെൺകുട്ടികൾ വരുന്നു. നുസൈബയുടെ ഉമ്മയാണല്ലേ. എല്ലാവരും സ്നേഹത്തോടെ സംസാരിക്കുന്നു.
ആയിഷുമ്മ ഓരോരുത്തരോടും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഉമ്മ, നുസൈബക്ക് നിങ്ങൾ വലിയ പ്രചോദനമാണ്. ആയിഷുമ്മ പറഞ്ഞു, അവളാണ് മോളെ എന്റെ പ്രചോദനം. അവസാനം നുസൈബ ഉമ്മയെ ആശുപത്രിയുടെ പ്രധാന ഭാഗത്തേക്ക് കൊണ്ടുപോയി. രോഗികൾ, നഴ്സുമാർ, ഡോക്ടർമാർ, സ്ട്രക്ചറുകൾ, തിരക്ക്. ആയിഷുമ്മ ഒരു നിമിഷം നിശ്ചലമായി. ഇവിടെയാണോ നീ ഭാവിയിൽ ജോലി ചെയ്യുക മോളെ? നുസൈബ പറഞ്ഞു. ഉമ്മ, ഇൻഷാ അല്ലാ. ആയിഷും അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്റെ മോളെ. ഉമ്മ, ഒരു കാര്യം ഓർക്കണം. എന്താ ഉമ്മ? നീ ഡോക്ടറാകുന്നത് വലിയ ശമ്പളം കിട്ടാൻ വേണ്ടിയല്ല. നുസൈബ ശ്രദ്ധയോടെ കേട്ടു. രോഗിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഡോക്ടറാകണം. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, പണമില്ലാത്ത ഒരാൾ ചികിത്സ തേടി വന്നാൽ അവരെ ഒരിക്കലും താഴ്ന്നവരായി കാണരുത്. ഇല്ല ഉമ്മ, ഒരിക്കലുമില്ല. ആശുപത്രിയുടെ വാതിൽക്കൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. നുസൈബ ഉമ്മയുടെ കൈ പിടിച്ചു. ഞാൻ മറക്കില്ല ഉമ്മ, എന്നും. അതെ, ഉമ്മയുടെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴേക്കും സാറും അവിടെ എത്തി. അദ്ദേഹം ആയിഷുമ്മയോട് പറഞ്ഞു, ഉമ്മ, ഒരു കാര്യം പറയട്ടെ. പറയൂ സർ. നുസൈബ ഒരു ദിവസം ഈ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങി പുറത്തേക്ക് പോകും. ആയിഷുമ്മ ശ്രദ്ധിച്ചു കേട്ടു. പക്ഷേ അന്ന് ഞങ്ങൾ അവളെ മാത്രം യാത്രയാക്കില്ല. സാറ് ചിരിച്ചു. അവളുടെ കൂടെ നിന്ന ഉമ്മയെ ഞങ്ങൾ ആദരിക്കും. സർ, നിങ്ങൾ ചെയ്തതിന്റെ വില ഞങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചതേ ഉള്ളൂ സർ. പഠിച്ചു നേടിയെടുത്തത് അവളെന്നല്ലേ? അല്ല ഉമ്മ, സാറ് പതുക്കെ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ ഡോക്ടറെയാണ് വളർത്തുന്നത്. ആയിഷുമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. നുസൈബ ഉമ്മയെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവർ അവിടെയെല്ലാം കണ്ടു. ഹോസ്പിറ്റലിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഷമ്മാസും നുസൈബയും മിസിരിയും കണ്ടു. എല്ലാവരും കുഞ്ഞുങ്ങളെയും മാറി മാറി എടുത്തു. പലരും ചോദിച്ചു, അല്ല, ഇരട്ടക്കുട്ടികളാണോ? അല്ല, ഇത് ജ്യേഷ്ഠന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഏകദേശം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാർ വീണ്ടും മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്ക് നീങ്ങി. കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആയിഷുമ്മ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആ വലിയ കെട്ടിടം, വെള്ള കോട്ടുകളിട്ട കുട്ടികൾ, പച്ചപ്പാർന്ന ചെടികൾ, തന്റെ പ്രിയപ്പെട്ട നുസൈബയുടെ സ്വപ്നം. ആയിഷുമ്മ പതുക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. യാ റബ്ബേ. നുസൈബ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. ഉമ്മ, ആയിഷുമ്മ പറഞ്ഞു, എൻ്റെ മോളെ, നീ നല്ലൊരു ഡോക്ടറാകണം മോളെ. ആമീൻ. അവളുടെ കൈകളിലൂടെ ഒരുപാട് ആളുകൾക്ക്, മനുഷ്യർക്ക് നീ ആശ്വാസം നൽകണേ അല്ലാ. ആമീൻ. അവളുടെ അറിവിൽ അഹങ്കാരം വരുത്തരുതേ. അവളുടെ ഹൃദയത്തിൽ കരുണ നിറച്ചു കൊടുക്കണമേ റഹ്മാനെ. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. കാർ പതിയെ മുന്നോട്ട് നീങ്ങി. ശരിക്കും ഷമ്മാസും ഉമ്മയുടെ പ്രാർത്ഥനയിൽ കരഞ്ഞുപോയി. ആയിഷുമ്മ അവസാനമായി മെഡിക്കൽ കോളേജിലേക്ക് നോക്കി. അവരുടെ മുഖത്തൊരു വലിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് ഒരു ഉമ്മയുടെ പുഞ്ചിരിയായിരുന്നു. എൻ്റെ മകൾ ഡോക്ടറായി വരാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരുടെ ആ വാക്ക്, അത് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ആ ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങിയ സ്വപ്നം ഇന്ന് വലിയ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് എത്തിയിരിക്കുന്നു. ആ സ്വപ്നത്തിന് പിന്നിൽ ഒരു മോളുടെ പരിശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പിൽ ആ ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. അൽഹംദുലില്ലാ. അവർ ഹോസ്പിറ്റൽ ഗേറ്റ് കടക്കുവാൻ നിന്നപ്പോഴാണ് സാറിന്റെ ഒരു ഓട്ടം കണ്ടത്. എന്തൊരു അർജന്റ് ഉണ്ടല്ലോ, എന്തൊരു അത്യാവശ്യമുണ്ടല്ലോ. ഷമ്മാസ് വാഹനം നിർത്തി. നുസൈബക്ക് പെട്ടെന്ന് ഡോക്ടറുടെ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. എന്തോ ഉണ്ടല്ലോ എന്ന് കരുതി അവൾ അത് ശ്രദ്ധിച്ചു. ഡോക്ടർ പെട്ടെന്ന് വരൂ. ഒരു രോഗിയെ സ്ട്രക്ചറിൽ കൊണ്ടുവരികയായിരുന്നു. രോഗിയുടെ കൂടെ ഒരു വയോധികയായ സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു, എൻ്റെ മകനാണ് ഡോക്ടർ, ഒന്ന് രക്ഷിക്കണം. നുസൈബ് ഒരു നിമിഷം ആ സ്ത്രീയെ നോക്കി. അവളുടെ മുഖത്ത് ഭയമായിരുന്നു, കണ്ണുകളിൽ പ്രതീക്ഷയും. സ്ട്രക്ചറിലുള്ള യുവാവ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. നഴ്സുമാർ അദ്ദേഹത്തെ എമർജൻസി ബെഡിലേക്ക് മാറ്റി. BP താഴെയാണ്, ഓക്സിജൻ കൊടുക്കൂ, മോണിറ്റർ കണക്ട് ചെയ്യൂ. ചുറ്റും ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ. നുസൈബ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് നിന്നു. അവൾ ആദ്യമായാണ് ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം നേരിൽ കാണുന്നത്. അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരു ശബ്ദം കേട്ടത്. മോളെ, നീ ഡോക്ടറാകുന്നത് വലിയ ശമ്പളമൊന്നും കിട്ടാൻ വേണ്ടിയല്ല. രോഗിയുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഡോക്ടറാകണം. ആയിഷുമ്മയുടെ ശബ്ദം അവളുടെ ചെവിയിൽ തറച്ചു കയറുന്നത് പോലെ തോന്നി. നുസൈബ കണ്ണുകൾ അടച്ചു, ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ അവൾ വീണ്ടും രോഗിയുടെ അരികിലേക്ക് ചെന്നു. ഇവരുടെ ഉമ്മയെ വിളിക്കൂ.
രോഗിയുടെ ബന്ധുക്കൾ പുറത്ത് ഭയന്നു നിൽക്കുകയായിരുന്നു. വയോധികയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, എൻ്റെ മോനെ രക്ഷിക്കണം. നുസൈബ അവരുടെ അരികിലേക്ക് ചെന്നു. ഉമ്മ, പേടിക്കണ്ട മോളെ, എൻ്റെ കുട്ടിക്ക് എന്താണ്? ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ സ്ത്രീ നുസൈബയുടെ കൈ പിടിച്ചു. എനിക്കെൻ്റെ മകനെ വേണം മോളെ, എനിക്കെൻ്റെ മകനെ വേണം, എനിക്ക് ആരുമില്ല. ആ വാക്ക് നുസൈബയുടെ ഹൃദയത്തിൽ തട്ടി. അവൾ പെട്ടെന്ന് സ്വന്തം ഉമ്മയെ അവൾക്ക് ഓർമ്മ വന്നു. അതെ, എൻ്റെ ഉമ്മ, പിന്നെ ആയിഷുമ്മ. ഒരു രോഗിയുടെ ബന്ധുവിൻ്റെ കണ്ണുകൾ നോക്കിയാൽ അവൻ്റെ വേദന മനസ്സിലാകും. ആയിഷുമ്മ പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിൽ മുഴങ്ങി. നുസൈബ ആ സ്ത്രീയുടെ കൈ മുറുകെ പിടിച്ചു. ഉമ്മ, നിങ്ങൾ ധൈര്യമായിരിക്കണം. നുസൈബ, സീനിയർ ഡോക്ടർ വിളിച്ചു. സർ, ഈ റിപ്പോർട്ട് നോക്കൂ. നുസൈബ റിപ്പോർട്ട് ശ്രദ്ധയോടെ പരിശോധിച്ചു. സർ, ഇതിലൊരു കാര്യം പറയൂ. അവൾ റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇത് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. സാർ വീണ്ടും റിപ്പോർട്ട് നോക്കി. നീ പറഞ്ഞത് ശരിയാണ്. നുസൈബയുടെ മനസ്സിൽ ചെറിയൊരു ആത്മവിശ്വാസം നിറഞ്ഞു. അവൾ രോഗിയുടെ നില നിരീക്ഷിച്ചു. സർ, വൈറ്റൽസ് വീണ്ടും പരിശോധിക്കട്ടെ? ചെയ്യൂ. നുസൈബ നഴ്സിനൊപ്പം പരിശോധനകൾ തുടർന്നു. അവൾ ഓരോ വിവരവും ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി. പെട്ടെന്ന് മോണിറ്ററിൽ മാറ്റം. നഴ്സ് വിളിച്ചു. ഡോക്ടർ. എല്ലാവരും രോഗിയുടെ അടുത്തേക്ക് ഓടി. സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയായിരുന്നു. വേഗം എമർജൻസി ടീം പ്രവർത്തനം തുടങ്ങി. നുസൈബ ഭയന്നെങ്കിലും പിന്നോട്ട് പോയില്ല. അവൾ തന്റെ സീനിയറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലൊരു വാക്ക് മാത്രം, ഭയപ്പെടരുത് മോളെ. ആയിഷുമ്മയുടെ വാക്കുകൾ. അത് ആയിഷുമ്മയുടെ ശബ്ദമായിരുന്നു. അടിയന്തര വിഭാഗത്തിൽ പുറത്തുനിന്ന് ആ വയോധിക അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. യാ അല്ലാ, എൻ്റെ മോനെ രക്ഷിക്കണേ. ആ ശബ്ദം നുസൈബയുടെ ചെവിയിൽ പതിച്ചു. അവർ ഒരു നിമിഷം പുറത്തേക്ക് നോക്കി. അവിടെ ആ ഉമ്മ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മനസ്സിൽ പറഞ്ഞു, റബ്ബേ, ഈ ഉമ്മയുടെ കണ്ണുനീർ വെറുതെ ആക്കരുതേ അല്ലാ. പിന്നെ അവർ വീണ്ടും രോഗിയുടെ അരികിലേക്ക് തിരിഞ്ഞു. സീനിയർ ഡോക്ടർ നിർദ്ദേശം നൽകി. ടീം മുഴുവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. ചില നിമിഷങ്ങൾ അതീവ സംഘർഷഭരിതമായി കടന്നുപോയി. ഒടുവിൽ മോണിറ്ററിൽ നില മെച്ചപ്പെടാൻ തുടങ്ങി. വൈറ്റൽസ് മെച്ചപ്പെടുന്നുണ്ട്, നഴ്സ് പറഞ്ഞു. സീനിയർ ഡോക്ടർ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. നുസൈബ കണ്ണുകൾ അടച്ചു. അൽഹംദുലില്ലാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രോഗി പതിയെ ബോധത്തിലേക്ക് വന്നു. അയാളുടെ കണ്ണുകൾ തുറന്നു. ആ നിമിഷം നുസൈബ അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വാതിൽ തുറന്നു. നുസൈബ പുറത്തേക്ക് വന്നു. ആ വയോധിക സ്ത്രീ ഓടിയെത്തി. മോളെ, എൻ്റെ മോൻ. നുസൈബ അവരുടെ കൈ പിടിച്ചു. ഉമ്മ ഇപ്പോൾ അപകട നിലയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ സ്ത്രീയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അൽഹംദുലില്ലാ. അവൾ നുസൈബയുടെ കൈകൾ ചുംബിച്ചു. മോളെ, നീ എൻ്റെ മകനെ രക്ഷിച്ചു. നുസൈബ ഉടൻ പറഞ്ഞു. ഉമ്മ, ഞാൻ മാത്രമല്ല. അവർ ആശുപത്രിയുടെ അകത്തേക്ക് നോക്കി. എല്ലാവരും ചേർന്ന് അതിൽ പടച്ച റബ്ബിന്റെ കാവലും കൂടി ഉണ്ടായപ്പോഴാണ് മകൻ രക്ഷപ്പെട്ടത്. വയോധിക നുസൈബയെ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ മോൻ്റെ അരികിൽ നിന്നപ്പോൾ എനിക്ക് എൻ്റെ മകളെ പോലെ തോന്നി. ആ വാക്ക് കേട്ടപ്പോൾ നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരിക്കും അതാ നുസൈബയുടെ പ്രവർത്തികളെല്ലാം ഷമ്മാസും ആയിഷുമ്മയുമെല്ലാം വീക്ഷിച്ചു. അവർക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ, എൻ്റെ കുട്ടി ഒരു ഡോക്ടറായി കാണാന്ന് വെച്ചാൽ വല്ലാത്തൊരു സന്തോഷം തന്നെ. എന്നാൽ സാറ് പെട്ടെന്ന് വന്നു. കണ്ടില്ലേ, അവൾ കറക്റ്റ് രീതിയിലെ എല്ലാ ശ്രമങ്ങളും നടത്തി. വളരെയധികം സ്പീഡ് ഫൈറ്റ്. അതുകൊണ്ട് തന്നെ രോഗി രക്ഷപ്പെടുകയും ചെയ്തു. സാർ, നുസൈബ, ഇനി നീ പോയിക്കോളൂ. നീ പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നീ പെട്ടെന്ന് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളിലേക്ക്, അതായത് പേഷ്യൻ്റ് പെട്ടെന്ന് വന്നപ്പോഴേ നീ അടിയന്തിരമായി പ്രവർത്തിച്ചത് കൊണ്ട് രോഗി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കൺഗ്രാജുലേഷൻ നുസൈബ. അതായത് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനാണ് നമുക്ക് ആവശ്യം. എന്നാൽ ആയിഷമ്മ പറഞ്ഞു. ഡോക്ടറെ, അതെ ആയിഷമ്മ, നിങ്ങളുടെ മകളെ ചില്ലറക്കാരിയല്ല. അതെ, അവളൊരു വിപ്ലവം സൃഷ്ടിക്കും. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും ഞാൻ രോഗികളുടെ അരികിൽ നിന്ന് ക്യാഷ് വാങ്ങില്ല. അവർക്ക് എൻ്റെ പരിശോധന ഫ്രീ ആയിരിക്കും. പെട്ടെന്ന് ആയിഷമ്മ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടിക്കൊരു ഫാർമസി ഇട്ട് കൊടുക്കണം. അതെ, ആളുകൾ വന്ന് ഫ്രീ ആയിട്ട് പരിശോധന കഴിഞ്ഞ് പോകുമ്പോൾ ഫ്രീ ആയി മരുന്നും കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിൻ്റെ പേരിൽ ഒരു ഫാർമസി ഞാൻ ഇടണം ഇൻഷാ അല്ലാ. ശരിക്കും ആയിഷമ്മയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ. അങ്ങനെ അവരെല്ലാവരും അതാ കാറിൽ കയറി. എല്ലാവരും നുസൈബയെ അഭിനന്ദിച്ചു. വളരെയധികം സ്പീഡപ്പായിട്ട് കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ടെന്ന് സാറിന് മനസ്സിലായി. നുസൈബ, കൺഗ്രാജുലേഷൻസ്.
അങ്ങനെ അത് അവർ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു. ഐഷുമ്മ പറഞ്ഞു, ഓരോ കാര്യങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങണം, പിന്നെ എല്ലാവർക്കും ഫ്രീ ചികിത്സ നൽകണം. ഒരു ഇടങ്ങാറായി ആര് വരികയാണെങ്കിലും ഓരോ കയ്യിൽ നിന്ന് 5 പൈസ വാങ്ങരുത്. ഇനിയിപ്പോൾ എക്സ്റേ ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും അതൊക്കെ ഇൻഷാ അല്ലാ പുത്തൻ വീട് തറവാടിൻ്റെ വകയിൽ അതൊന്ന് വേണം എന്നല്ലതാ ഷമ്മാസ് പറഞ്ഞു. ഉമ്മ പേര് ഐഷാസ് ഹോസ്പിറ്റലാക്കല്ലേ? അതൊന്നും വേണമെന്നില്ല, നുസൈബ ഹോസ്പിറ്റലാക്കിക്കൂട്ടെ. അല്ലുമ്മ പെട്ടെന്ന് അത് അവൾ പറഞ്ഞു, അത് വേണ്ടുമ്മ, ഐഷ അതാണ് ബർക്കത്തുള്ള പേര്. അത് ഐഷാസ് മൊബൈൽസ് വേൾഡ് ഉണ്ടല്ലോ, അത് എത്ര ബർക്കത്തുള്ള ഷോപ്പാണ്, എന്ത് നല്ല ബിസിനസ്സാണ്. അതെ ഉമ്മ, ഐഷാസ് അതായിക്കോട്ടെ. അവൾക്കും അത് തന്നെ ആയിരുന്നു. മോളെ എൻ്റെ കുട്ടിയല്ല ഇത്, ഡോക്ടർ നുസൈബ. ആയിക്കോട്ടെ, അതിനെന്താ ഉമ്മ, അതിന് കുഴപ്പമില്ലല്ലോ. അതിന് എനിക്ക് പറയാനുള്ളത് ഉമ്മ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ പേര് തന്നെ മതി. കാരണം ഞാൻ ഈ നിലയിലെത്താൻ കാരണക്കാരി ഉമ്മയാണ്. അതെ, ഐഷുമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം, ഐഷാസ് ഹോസ്പിറ്റൽ എന്നുള്ളത്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ അത് തന്നെയാണ് ഒക്കല്. മോനെ എൻ്റെ പേര് ഇപ്പം എല്ലായിടത്തും ഇട്ടാനിപ്പോൾ എന്താ ഉമ്മ, നല്ല പേരല്ലേ ഐഷ, മുത്ത് ഹബീബിൻ്റെ ഭാര്യയുടെ പേരല്ലേ ഉമ്മ. മോനെ അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും എനിക്ക് നുസൈബാസ് ഇടാൻ എന്നെ ഇഷ്ടം. അവർ ശരിക്കും ചെറിയൊരു തർക്കം. എന്നാൽ നുസൈബ പറഞ്ഞു, ഉമ്മ എനിക്ക് എപ്പോഴും നിങ്ങളെ പേര് തന്നെയാണ് ഇഷ്ടം. ഐഷുമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. കണ്ടില്ലേ, അറിയപ്പെട്ട ഐഷുമ്മയാണ് നിങ്ങൾ. അതുകൊണ്ട് അപ്പൊ എൻ്റെ പേരിടാനല്ലേ പ്ലാനിങ് എന്ന്, നമ്മളെ കുട്ടീൻ്റെ ഇട്ടാലോ? അല്ലുമ്മ അത് തന്നെ മതി. അങ്ങനെ അതാ ഐഷുമ്മ മനസ്സിൽ ഓരോ കോട്ടകൾ കെട്ടുന്നു. ഉമ്മ അതിനായിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ കുറച്ച് കാലം കൂടെ, അതും കൂടെ കഴിഞ്ഞിട്ടല്ലേ. ശരിയാണ്, ഏതായാലും എൻ്റെ കുട്ടി ഡോക്ടർ നുസൈബ MBBS ആയിട്ട് ഇറങ്ങുന്നത്. മോളെ അത് കഴിഞ്ഞിട്ടും പഠിക്കാനട്ടോ, MD എടുക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ എല്ലാം എടുക്കണം, കോഴ്സുകളൊക്കെ എടുത്ത് നല്ല കുട്ടിയാണോ. ഇനിയിപ്പോൾ വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിൽ 2 പോയിക്കോളി. ഈ MBBS ആണ് കഴിയട്ടെ, എന്നിട്ട് അതും പഠിച്ച് നിങ്ങൾ ഡിഗ്രിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരി. അതും ഉമ്മാക്ക് താല്പര്യമുള്ള വിഷയം തന്നെ കേട്ടോ, ജർമ്മനിയിൽ പോയിട്ടോ അങ്ങനെ വെച്ചാൽ. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് അത് കേട്ട് ചിരിച്ചു. എൻ്റെ ഉമ്മ, നിങ്ങളെ ആഗ്രഹം ചില്ലറൊന്നല്ലല്ലോ. അതേ മോനെ, പിന്നെന്താ, മക്കളുടെ മേലിൽ ഉമ്മാക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ? അതെ, എൻ്റെ മക്കൾ എത്രയും പഠിച്ച് നല്ല ഉയരങ്ങളിൽ എത്തണം എന്നാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. ഏത് ഉമ്മമാരും ബാപ്പന്മാരും അങ്ങനെ ചിന്തിക്കും. അതന്നെല്ലടാ എനിക്കും. ഷമ്മാസ് പുഞ്ചിരിച്ചു, കൂടെ മിസ്സിരിക്ക് വല്ലാത്തൊരു സന്തോഷം അതെല്ലാം കേട്ടപ്പോൾ. അത് ഐഷുമ്മയെ കുറിച്ച് ശരിക്കും മിസ്സിരി ശരിക്കും മനസ്സിലാക്കുന്നു. അവൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായത്. മോനെ, പിന്നെ മറ്റേ കാര്യം മറക്കല്ലോ, ഏതായാലും കോളേജും കണ്ടു, ഹോസ്പിറ്റലും കണ്ടു, ഓളെ പഠിപ്പണതും ഓള് ജോലി ചെയ്യണം ഒക്കെ കണ്ടു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, മനസ്സത്തൊരു ആഗ്രഹമായിരുന്നു അതൊക്കെ. മോനെ, ഇനി സൗദനെ കുട്ടികളൊന്ന് കര കയറ്റണം. അപ്പം ഉമ്മാൻ്റെ കുട്ടി അതും കൂടെ ഒന്ന് റെഡിയാക്കിയാലേ എന്നാൽ പിന്നെ അറ്റങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകാലോ. എന്താന്നോ, നമ്മളെ പെരയിൽ നിൽക്കുമ്പോൾ സൗദക്ക് ഓൾക്കൊരു യാതൊരു ഇതും തോന്നാണ്. ഉമ്മ സത്യം പറയാലോ, ഞാൻ മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. കാരണം സൗദയുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മോശമായി തുടങ്ങുമെന്ന് ഞാൻ ഭയന്നിട്ടേ. എന്തിന്? അല്ല മോനെ, എലിയെ പേടിച്ചില്ലെന്ന് ചുറ്റല എന്താ എനിക്ക്? അല്ല, ഓളങ്ങനെ കാട്ടുണ്ട് വിചാരിച്ചുകൊണ്ട് ഇജ്ജ് അവിടുന്ന് മാറിപ്പോവാണോ വേണ്ടത്? അതിനൊരു നടപടി എടുക്കല്ലേ വേണ്ടത്? അല്ലുമ്മ, കാരണം നമ്മൾ ഇതുകൊണ്ട് ആരും വിഷമിക്കരുതല്ലോ. ഏതായാലും മോനെ, ഓളെന്നെ കരുതി കൂട്ടി ഇറങ്ങിപ്പോയതാണ്. ഓൾക്ക് മനസ്സ് നല്ല വേദനിച്ചിട്ടുണ്ട്. അങ്ങനെ അവള് തന്നെ ഇറങ്ങിപ്പോയി. ഓൾക്ക് നല്ല കുറ്റബോധമുണ്ട്, അതാണ് അങ്ങനെ പോയത്. അല്ലെങ്കിൽ അവള് വന്നാല്, കാരണം നമ്മളെ പ്രവർത്തികൾ ഉമ്മ അത് മറ്റൊന്നും കൊണ്ടുമല്ലമ്മ അവളെ മനസ്സ് മാറിയത്. അത്രയും നവാസ്ഖാനെ ബുദ്ധിമുട്ടിച്ചിട്ടും ഇടങ്ങാറാക്കിയിട്ടും നവാസ്ക അവർക്ക് മാപ്പ് കൊടുത്തു, ഉമ്മ മാപ്പ് കൊടുത്തു. പിന്നെന്താ മോനെ, പിന്നെ ഇപ്പം എന്താ, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകും എന്ന് കരുതിയിട്ട് നമ്മളൊരാളെ ശിക്ഷിക്കല്ല, നമ്മൾ പുറത്ത് കൊടുക്കണം. എങ്കിലാണ് പഠിച്ചവൻ നമുക്ക് വേണ്ടിയിട്ട് കരുണയുടെ നോട്ടം നോക്കുള്ളൂ. കാരണം നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്യണ കണ്ടിട്ടില്ല, എത്രയോ ഉപദ്രവിച്ചു. എന്നിട്ടും അവർ അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പുഞ്ചിരിച്ച് അവരോട് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അള്ളാഹു അവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയല്ലേ? അതെ ഉമ്മ, ശരി തന്നെയാണ്. അതെ, നമ്മുടെ ആ ഒരു കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു
വിട്ടുവീഴ്ചയും അതൊക്കെ കണ്ട് അവൾക്കാകെ മനസ്സലിഞ്ഞതാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ളവർ അവർക്ക് എതിരെ വീണ്ടും കേസ് ഒരുപാട് ശിക്ഷ ഒക്കെ കൊടുത്ത് അവരെ ഇടങ്ങാറാക്കും. പക്ഷെ അതൊക്കെ ഉമ്മയും കൊടുത്ത് നവാസ്കയും ക്ഷമിച്ചു. അതുകൊണ്ട് അവളുടെ മനസ്സറിഞ്ഞു. അതേ മോനെ, നമ്മൾ ചെയ്യണ കണ്ടിട്ടെങ്കിൽ ഒരാൾ നന്നാകാൻ ശ്രമിച്ചാൽ അതന്നെയല്ലേ ഏറ്റവും നല്ലത്. എന്നാൽ ഷമ്മാസ് നേരെ പോയത് വില്ലേജ് ഓഫീസിലേക്കായിരുന്നു. അതെ, ശരിക്കും കുഞ്ഞിക്കതിയുടെ, അതായത് നവാസ് എടുത്ത ആ വീടിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നേരെ വില്ലേജ് ഓഫീസിലേക്ക് അതാ ഷമ്മാസ് കാറ് തിരിച്ചു. അവിടെ എത്തി അവരുടെ കെട്ടിട നമ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും അത് ആരുടെ പേരിലാണ് എന്നതറിയാം. അതിനു വേണ്ടിയിട്ട് കുഞ്ഞിക്കതിയുടെ പേരിലാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ഓടേണ്ടി വരും. കാരണം കുഞ്ഞിക്കതിയെ ജയിലിലായ സ്ഥിതിക്ക് അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷം ഐഷുമ്മ ദുആ ചെയ്തു, പഠിച്ചോനെ, ഇതിപ്പോ കുഞ്ഞിക്കതിയുടെ പേരിലല്ലാതെ അത് അവരൊപ്പാന്റെ പേരിലോ ആരെ പേരിലാണെങ്കിലും സമാധാനം റബ്ബേ. അങ്ങനെ അതാ ഷമ്മാസ് വില്ലേജ് ഓഫീസിലേക്ക് പ്രവേശിക്കുകയാണ്. ഉമ്മ ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരട്ടോ എന്ന് പറഞ്ഞ് അവൻ അതിനുള്ളിലേക്ക് കയറി. ആരുടെ പേരിലായിരിക്കും? അതെ, കുഞ്ഞിക്കതിയുടെ ആ വലിയ വീട്. ഉപ്പയുടെ പേരിലോ അതോ കുഞ്ഞിക്കതിയുടെ പേരിലോ സൗദിയുടെ പേരിലോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.